ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 6ലെ മാത്സ് ചാപ്റ്റർ 9 ഹൗ മച്ച് ഓഫ് 100. ഇതിൻ്റെ പാർട്ട് 8 ആണ്. പേജ് നമ്പർ 147ലെ 5 പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ പ്രോബ്ലം എക്സ്പ്രസ് ദ പെർസെൻറ്റ് ഈച്ച് ഫ്രാക്ഷൻ ബിലോ ഇൻഡിക്കേറ്റ്സ്. താഴെ കുറച്ച് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ പെർസെൻറ്റേജ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് 3/8. അതെങ്ങനെ നമുക്ക് എഴുതാം? 3/8 ഇൻറ്റു 100. പെർസെൻറ്റ് കാണാൻ എപ്പോഴും ഇൻറ്റു 100 ഇട്ട് ചെയ്യണമല്ലോ. ഈക്വൽ 3 ഇൻറ്റു 100/8 ഈക്വൽ 300/8. 300നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 37/4 എന്ന് കിട്ടും. ഇതിൽ 4ഉം 8ഉം 4ൻ്റെ ടേബിൾ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1 4 is 4, 2 4s are 8. മുകളിലും 1ഉം താഴെ 2 എന്ന് കിട്ടും. അപ്പോൾ എങ്ങനെ എഴുതാം? 37 1/2%. നെക്സ്റ്റ് 7/20 ഈക്വൽ 7/20 ഇൻറ്റു 100 ഈക്വൽ 7 ഇൻറ്റു 100/20. ഇതിൽ 20ൽ ഒരു സീറോയും 100ൽ ഒരു സീറോയും വെട്ടിപ്പോകും. അപ്പോൾ 7 ഇൻറ്റു 10/2. ഇതിൽ 10ഉം 2ഉം നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1 2 is 2. അപ്പോൾ 2നെ വെട്ടിയിട്ട് 1 എഴുതാം. 5 2s are 10. അപ്പോൾ 10നെ വെട്ടി ഇവിടെ 5 എന്ന് എഴുതാം. അപ്പോൾ എന്ത് കിട്ടും? 7 ഇൻറ്റു 5. 7 5s are 35. അപ്പോൾ 35%. നെക്സ്റ്റ് വൺ 2/3 ഈക്വൽ 2/3 ഇൻറ്റു 100 ഈക്വൽ 2 ഇൻറ്റു 100/3 ഈക്വൽ 200/3. 200നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 66. 2/3%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 28/25 ഈക്വൽ 28/25 ഇൻറ്റു 100 ഈക്വൽ 28 ഇൻറ്റു 100/25. ഇതിൽ 100ഉം 25ഉം 25 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 125 is 25. അപ്പോൾ 25നെ വെട്ടിയിട്ട് 1 എഴുതാം. 4 25s are 100. 100നെ വെട്ടിയിട്ട് അവിടെ 4 എഴുതാം. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ 28 ഇൻറ്റു 4. 28ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 112%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 and 1/3 ഈക്വൽ 2 1/3 ഇൻറ്റു 100. അതെങ്ങനെ ഫ്രാക്ഷൻ ആക്കാം? 2 ഇൻറ്റു 3 പ്ലസ് 1/3 ഇൻറ്റു 100. 2 3s are 6. 6 plus 1 7. 7/3 ഇൻറ്റു 100 ഈക്വൽ 7 ഇൻറ്റു 100/3. 7 ഇൻറ്റു 100 എത്രയാണ്? 700/3. ഇനി 700നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 233 1/3% എന്ന് കിട്ടും. അപ്പോൾ ആൻസർ 233 1/3%. സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 40% of 60 ആൻഡ് 60% of 40? അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 40% of 60 ഈക്വൽ അതെങ്ങനെ എഴുതും? 60 ഇൻറ്റു 40%. 60 ഇൻറ്റു 40/100. അതിൽ 100ൽ ഒരു സീറോയും 40ലെ ഒരു സീറോയും വെട്ടിപ്പോകും. പിന്നെ അവിടെ താഴെ 10 ആണുള്ളത്. 10ൻ്റെ ഒരു സീറോയും 6ൽ ഒരു സീറോയും വെട്ടിപ്പോകും. അപ്പോൾ 6 ഇൻറ്റു 4 24. നെക്സ്റ്റ് 60% of 40. അതെങ്ങനെ എഴുതാം? 40 ഇൻറ്റു 60% ഈക്വൽ 40 ഇൻറ്റു 60/100. 100ൽ ഒരു സീറോയും 60ൽ ഒരു സീറോയും വെട്ടിപ്പോകും. അപ്പോൾ താഴെ 10 ആവും. 10ൽ ഒരു സീറോയും 40ൽ ഒരു സീറോയും വെട്ടിപ്പോകും. അപ്പോൾ പിന്നെ 4 ഇൻറ്റു 6 ഈക്വൽ 24. അപ്പോൾ ഇവിടെ രണ്ടും സെയിം ആൻസറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ എഴുതാം? 40% of 60 ആൻഡ് 60% of 40 ആർ ഈക്വൽ. തേർഡ് ക്വസ്റ്റ്യൻ
In a school, there are 1240 children and 30% of them are girls. How many boys are there in the school? അപ്പോൾ ഒരു സ്കൂളിൽ 1240 ചിൽഡ്രൻ ഉണ്ട്. അതിൽ 30% ഗേൾസ് ആണെന്ന് പറയുന്നു. പക്ഷെ നമ്മളോട് കാണാൻ ചോദിച്ചിരിക്കുന്നത് എത്ര ബോയ്സ് ഉണ്ടെന്നാണ്. അപ്പോൾ ബോയ്സ് എത്ര പെർസെൻറ്റേജ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. നമുക്കറിയാം ടോട്ടൽ 100 ആണ്. അപ്പോൾ 30% ഗേൾസ് ആണെങ്കിൽ 70% എത്രയായിരിക്കും? ബോയ്സ് ആയിരിക്കും. അപ്പോൾ ആ 70% വെച്ച് ചെയ്താൽ മതി. ഓക്കെ, എങ്ങനെ എഴുതാം? ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഈക്വൽ 1240. പെർസെൻറ്റേജ് ഓഫ് ഗേൾസ് ഈക്വൽ 30%. Percentage of boys equal 100 minus 30 equal 70%. Number of boys equal total number of children into percentage of boys. Total number of children എത്രയാണ്? Equal 1240 into 70%. 1240 into 70 by 100. ഇതിൽ 100ൽ ഒരു സീറോയും 70ൽ ഒരു സീറോയും വെട്ടിപ്പോകും. പിന്നെ അവിടെ 10 ഉണ്ട്. 10ൽ ഒരു സീറോയും 1240ലെ സീറോയും വെട്ടിപ്പോകും. അപ്പോൾ ഇനി എത്രയുണ്ട് അവിടെ? 124 into 7 ഈക്വൽ 868. എത്രയും ബോയ്സ് ഉണ്ട് അവിടെ. Fourth question, if 40% of 20 is added to 30% of 50, we get 50% of a number. What is this number? അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? 40% ഓഫ് 20 ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതിൻ്റെ കൂടെ 30% ഓഫ് 50 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഏതോ ഒരു നമ്പറിൻ്റെ 50% ആണെന്നാണ് പറയുന്നത്. എങ്കിൽ ആ നമ്പർ എത്ര? അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാം. 40% ഓഫ് 20 എങ്ങനെയാണ് ചെയ്യുക? 20 into 40/100. 40% അല്ലേ, അപ്പോൾ 40/100. 100ൽ ഒരു സീറോയും 40ൽ ഒരു സീറോയും വിട്ടും. പിന്നെ താഴെ 10 ഉണ്ട്. 10ൽ ഒരു സീറോയും 20ൽ ഒരു സീറോയും ക്യാൻസലായി പോകും. അപ്പോൾ എത്രയുണ്ട് അവിടെ? 2 into 4. അപ്പോൾ 2 4s are 8. ഇനി എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 30% ഓഫ് 50 ഈക്വൽ 50 into 30/100. അപ്പോൾ 100ൽ ഒരു സീറോയും 30ൽ ഒരു സീറോയും ക്യാൻസലായി പോകും. താഴെ 10 ഉണ്ട്. 10ൽ ഒരു സീറോയും 50ൽ ഒരു സീറോയും ക്യാൻസലായി പോകും. പിന്നെ അവിടെ 5 into 3 ആണ് ഉള്ളത്. 5 3s are 15. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 8. പിന്നെ ഒരിടത്ത് 15 കിട്ടി. അപ്പോൾ പിന്നെ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? 40% ഓഫ് 20 ഈസ് ആഡഡ് ടു 30% ഓഫ് 50 അല്ലേ? അപ്പോൾ 40% ഓഫ് 20 എത്ര കിട്ടി? 8. പിന്നെ 30% ഓഫ് 50 എത്ര കിട്ടി? 15. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 8 + 15 എത്ര കിട്ടി? 23. ഈ 23 ഏതാണ്? ഏതോ ഒരു നമ്പറിൻ്റെ 50% ആണ്. വി ഗെറ്റ് 50% ഓഫ് എ നമ്പർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതോ ഒരു നമ്പറിൻ്റെ 50% ആണ് ഈ 23. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എത്ര? എങ്ങനെ എഴുതാം? എ നമ്പർ ഇൻറ്റു 50% ഈക്വൽ 23. നമ്പർ ഈക്വൽ 50/100 ഈക്വൽ 23. ഇനി നമ്പർ കാണണം. നമ്പർ ഈക്വൽ 23 അങ്ങനെ എഴുതുക. 50/100 ഈക്വലിൻ്റെ ഈ വശത്ത് വരുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ അതിനെ തിരിച്ചെഴുതണം. 100/50 എന്ന് എഴുതുക. 50ൽ ഒരു സീറോയും 100ൽ ഒരു സീറോയും ക്യാൻസലായി പോകും. അപ്പോൾ അവിടെ 10 ഉണ്ട് മുകളിൽ, താഴെ 5. 5ൻ്റെ ടേബിളിൽ 1 5 is 5. 5 വെട്ടി അവിടെ നമുക്ക് 1 എഴുതാം. 2 5s are 10. 10 വെട്ടിയിട്ട് അവിടെ നമുക്ക് 2 എഴുതാം. ഇനി ഏതൊക്കെയാണ് നമ്പർ ഉള്ളത്? 23 into 2. 23 into 2 ഈക്വൽ 46. അതാണ് നമ്പർ ഈക്വൽ 46. Fifth question, 23% of a number is 69. What is the number? ഒരു നമ്പറിൻ്റെ 23% 69 ആണെങ്കിൽ ആ നമ്പർ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ 23% ഓഫ് എ നമ്പർ ഈക്വൽ 69. എ നമ്പർ ഇൻറ്റു 23% ഈക്വൽ 69. എ നമ്പർ ഇൻറ്റു 23/100 ഈക്വൽ 69.
നമ്പർ ഈക്വൽ 69 ഇൻറ്റു 23/100ൻ്റെ റെസിപ്രോക്കൽ എഴുതാം. അപ്പോൾ 100/23. അപ്പോൾ 23യുടെ ടേബിളിൽ 69 വരുന്നതാണ്. അതുകൊണ്ട് ആ ടേബിളിൽ 123 ഈസ് 23. അപ്പം വെട്ടി 1 എഴുതുക. 69 എങ്ങനെയാണ്? 3 ടൈംസ് ആണ്. 69 വിട്ടിട്ട് 3 എഴുതാം. 3 23s are 69. ഇനി അവിടെ 3 ഇൻറ്റു 100 ആണ് ഉള്ളത്. അപ്പോൾ 3 ഇൻറ്റു 100 300. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിക്കുകയാണ്. 6 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാവുന്നതാണ്. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.